നമസ്കാരം. വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി പിരിച്ച വയനാട് ഫണ്ടും പ്രളയ സമയത്ത് പ്രളയ ദുരിതബാധിതർക്ക് വേണ്ടി പിരിച്ച പ്രളയ ഫണ്ടും കോൺഗ്രസുകാർ മുക്കി എന്നുള്ളതിന് ഏറ്റവും പുതിയ ഒരു തെളിവ് കൂടി ഒരാളുടെ പ്രതികരണത്തിലൂടെ പുറത്തു വരികയാണ്. ആരാണ് അയാളെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് വേണ്ടപ്പെട്ട, സോണിയ കുടുംബത്തിന് വേണ്ടപ്പെട്ട, രാഹുൽ ഗാന്ധിക്ക് വേണ്ടപ്പെട്ട KC വേണുഗോപാലിന്റെ വായിൽ നിന്ന് തന്നെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ പുറത്തു വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. ആദ്യം ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ, ഞങ്ങളുടെ കയ്യില് PR ഒന്നും ഇല്ലല്ലോ, കേന്ദ്രവും കയ്യിലില്ല, കേരളവും കയ്യിലില്ല, പൈസയും ഇല്ല. ഞങ്ങൾ ഈ എണ്ണിച്ചുട്ടുപ്പാക്കും പോലെയുള്ള കാശും കൊണ്ടല്ലേ ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നത്, പാവപ്പെട്ട ജനങ്ങളുടെ സഹായത്തോടുകൂടി. അതുകൊണ്ട് എല്ലാവരും തേങ്ങ ചിരകും, ഞങ്ങൾ ചിരട്ടേക്കും ചിരകി ജീവിക്കട്ടെ എന്റെ സുഹൃത്ത്. KC വേണുഗോപാൽ പറഞ്ഞതനുസരിച്ച് കോൺഗ്രസുകാർക്ക് PR വർക്ക് ചെയ്യാൻ പൈസയില്ല, ഇലക്ഷൻ നടത്തുവാൻ പൈസയില്ല, ഇലക്ഷന്റെ പ്രചരണ പരിപാടികൾ നടത്തുവാനും പൈസയില്ല. അത് പോരാഞ്ഞിട്ട് ആ പ്രതികരണത്തിൽ ഒരു കാര്യം കൂടി KC വേണുഗോപാൽ പറയുന്നുണ്ട്. പാവപ്പെട്ട ജനങ്ങളുടെ പൈസ ഉപയോഗിച്ചാണ് തട്ടലും മുട്ടലും കൂടാതെ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ നടത്തിയിരുന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. അതിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ വായിച്ചെടുക്കേണ്ടത്? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. അപ്പോ തിരഞ്ഞെടുപ്പ് നടത്തുവാനും പ്രചരണ പരിപാടികൾക്കും PR വർക്കിനും എവിടെ നിന്നാണ് കാശ് വന്നത്? രണ്ട് വഴിയെ കാശ് വരുവാൻ നിലവിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ കൈക്കലുള്ളൂ. അതിലൊന്ന് വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി പിരിച്ച ഫണ്ടാണ്. മറ്റൊന്ന് പ്രളയ സമയത്ത് VD സതീശൻ പുനർജനി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിലൂടെ പിരിച്ച പ്രളയ ഫണ്ടും. അപ്പോ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കുക, KC വേണുഗോപാൽ ഈ പ്രതികരണത്തിലൂടെ അറിയാതെ പറഞ്ഞു പോയതാണ്. അതായത് ഉള്ളിൽ കിടക്കുന്ന സത്യം അറിയാതെ നാക്കുപിഴയായി പുറത്തേക്ക് വന്നതാണ്. അപ്പോ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം, പ്രളയ ഫണ്ടും വയനാട് ഫണ്ടും കോൺഗ്രസുകാർ മുക്കിയത് തന്നെയാണ്. അതിൽ കിട്ടേണ്ട ഫണ്ട് കൃത്യമായിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്നും ഇവർ സമാഹരിച്ചിട്ടുണ്ട് എന്നതിൽ ഇതിൽ കൂടുതൽ വലിയ തെളിവ് വേണം എന്ന് തോന്നുന്നില്ല. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രളയ ഫണ്ട് പിരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വയനാട് ഫണ്ടും എണ്ണിയാലൊടുങ്ങാത്ത ഒരു തുക പിരിച്ചിട്ടുണ്ട് അവർ. എന്നിട്ട് ഇവരുടെ നേതാക്കന്മാർ തമ്മിൽ തന്നെ പരസ്പരം ഒരു ധാരണയിലെത്തുകയും ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട രീതിയിൽ പിരിച്ചെടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് ഇതിൽ നിന്നും ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിന്റെയൊക്കെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ കോൺഗ്രസുകാർ തന്നെ പിടിയിലാകും എന്നതിൽ ഏറെക്കുറെ കൃത്യമായ തെളിവാണ് ഇപ്പൊ KC വേണുഗോപാലിന്റെ നാക്കിൽ നിന്നും നാക്കുപിഴയായിട്ട് വീണിരിക്കുന്നത്. കാര്യം ഉള്ളിൽ കിടക്കുന്ന സത്യങ്ങൾ, മറച്ചു വയ്ക്കുന്ന സത്യങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാവിലൂടെ തന്നെ പുറത്തേക്ക് വരും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണവും തെളിവുമാണ് KC വേണുഗോപാലിന്റെ ഈ ഒരു പ്രതികരണം. ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി പിരിച്ച തുകയിൽ നിന്നും ഇതുവരെയും കോൺഗ്രസുകാർ പറഞ്ഞ വസ്തുവോ വീടോ വാങ്ങിക്കാനോ നിർമ്മിച്ചു നൽകാനോ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം ഇവരുടെ കയ്യിൽ ആ കാശ് ഇപ്പോ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞു വെച്ച പ്രതികരണത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകുന്നത്, ഈ കഴിഞ്ഞ പ്രാദേശിക തദ്ദേശീയ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസുകാർ PR വർക്ക് നടത്തിയതും ഇലക്ഷൻ പ്രചരണം നടത്തിയതും ഈ ഫണ്ടുകൾ വിനിയോഗിച്ച് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന സാഹചര്യത്തിലേക്കാണ് KC വേണുഗോപാലിന്റെ ഇത്തരം പ്രതികരണം, ഈ ഒരു പ്രതികരണം പോയി നിൽക്കുന്നതെന്ന് പറഞ്ഞു വയ്ക്കാവുന്ന ഒരു സ്ഥിതിഗതിയാണ്.